രാജാവും ബാക്കിയുള്ളവരും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അകത്തേക്ക് കയറി വരുമ്പോൾ ലിംബോയി കയറി വന്നിട്ട് രാജാവിനോട് പറയും, എന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ശാശ്വതനായിട്ടുള്ള എന്റെ വിവാഹം ഒന്ന് പ്രപ്പോസ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ രാജാവ് സന്തോഷത്തോടെ ചേൻ കുടുംബത്തോട് ലിംബോയുമായുള്ള വിവാഹം പ്രപ്പോസ് ചെയ്യണം. ഇത് കേട്ട ഉടനെ തന്നെ ശാശ്വങ്ങിന്റെ അമ്മ മുമ്പിൽ വന്നിട്ട് ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല, അവൾ അത്രയ്ക്ക് വൃത്തികെട്ട സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് ശാശ്വങ്ങിനെ വളരെയധികം താഴ്ത്തി കെട്ടാൻ നോക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ രാജാവിന് ദേഷ്യം വന്നിട്ട് ശാശ്വങ്ങളോട് ചോദിക്കും, നിന്റെ അമ്മ പറയുന്നത് സത്യമാണോ എന്ന്. അവൾ പറയും, എന്റെ സ്വന്തം അമ്മ തന്നെ എന്നെ എത്ര താഴ്ത്തി പറയണമെങ്കിൽ ഞാൻ എത്ര മോശമായിരിക്കും. എന്നിട്ട് അവൾ ലിംബോയോട് ഈ വിവാഹം തിരിച്ചെടുക്കാൻ വേണ്ടി പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ലിംബോയ് പറയും, എന്റെ കൈ കറുത്തു പിടിച്ച് നടക്കാൻ യോഗ്യതയുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അത് അവള് മാത്രമാണ്, അവളെ അല്ലാതെ ഞാൻ ഈ ലോകത്ത് വേറെ ആരെയും വാങ്ങൊഴിക്കുകയില്ല. ഇത് കേൾക്കുമ്പോൾ രാജാവ് ശാശ്വങ്ങളോട് ചോദിക്കും, എനിക്ക് നിന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി, മറ്റാരും ഇത് തടയാൻ വരികയില്ല. ലിംബോയുടെ സംസാരം കേട്ട് ശാശ്വവും ആ വിവാഹത്തിന് സമ്മതിക്കുകയാണ്. വീട്ടിലെത്തിയ ഉടനെ അമ്മ അവളെ ഒരുപാട് വഴക്ക് പറയും. അവള് പറയും, ഇത്രയും കാലം എന്നെ നോക്കാതെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടും എന്നെ കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല.